വെഞ്ഞാറമൂട്ടിലേക്ക് തന്നെയാണ്. അവിടെ സഹോദരൻ കൊലപ്പെടുത്തിയ 9ാം ക്ലാസ് വിദ്യാർത്ഥിയായ അസാന്റെ മൃതദേഹം ഇപ്പോൾ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം വീട്ടിലേക്ക് പൊതുദർശനത്തിനായി എത്തിച്ചിരിക്കുകയാണ്. പെരുമലയിലെ വീട്ടിലേക്ക് നിരവധി ആളുകളാണ് എത്തിച്ചേർന്നിരിക്കുന്നത്. മുഹമ്മദ് ആഷിഖുണ്ട് വിവരങ്ങൾ നൽകാനായി തിരുവനന്തപുരത്ത് നിന്ന്. ആഷിഖ്, പോസ്റ്റ്മോർട്ടത്തിന് ശേഷം വീട്ടിലേക്ക് ഇപ്പോൾ അഹ്സാന്റെ മൃതദേഹം എത്തിച്ചിരിക്കുകയാണ്. നമുക്കറിയാം, വലിയ ക്രൂരതയ്ക്ക് ഇരയായ ഒരു കുട്ടിയാണ്. ഒരുപാട് ആളുകളെ നമുക്ക് അവിടെ കാണാൻ കഴിയുന്നുണ്ട്. എന്താണ് സാഹചര്യം? അമൃത, അല്പനേരം മുമ്പാണ് മെഡിക്കൽ കോളേജിൽ നിന്ന് പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കി തൊട്ടടുത്തുള്ള മംഗലാപുരം പള്ളിയിൽ മൃതദേഹം കുളിപ്പിക്കുന്നതും മറ്റും മരണാനന്തര ശുശ്രൂഷകൾക്ക് ശേഷം ഇവിടെ പെരുമലയിലെ ഈ മൃതദേഹം പൊതുദർശനത്തിനായി ഒരുക്കിയിരിക്കുന്ന വേദിയിലേക്ക് എത്തിച്ചത്. ഇവിടെ പെരിങ്ങമല ജംഗ്ഷനിലാണ് ഈ വേദി പൊതുദർശനത്തിന് വേണ്ടിയിട്ട് ചെറിയൊരു വേദിയാണ് ഒരുക്കിയിരിക്കുന്നത്. വലിയ തിരക്കാണ് ഈ ജംഗ്ഷനിൽ അനുഭവപ്പെടുന്നത്. ഈ നാടിലെ ആബാലവൃദ്ധം ജനങ്ങൾ ഇവിടെ തടിച്ചു കൂടിയിരിക്കുകയാണ് ഈ കൊല്ലപ്പെട്ട ഈ 14-കാരൻ്റെ മൃതദേഹം അവസാനമായി ഒരു നോക്ക് കാണുവാൻ വേണ്ടി. ഈ നാട്ടിലൂടെ സ്വന്തം ജ്യേഷ്ഠനൊപ്പം ഓടിക്കളിച്ച് നടന്നവനാണ് ഈ 14-കാരൻ അഹ്സാൻ. അവൻ്റെ മരണം ഈ നാടിനെ ആകെ ഞെട്ടിച്ചിരിക്കുകയാണ്. ഈ തടിച്ചു കൂടിയിരിക്കുന്ന വലിയ ആൾക്കൂട്ടത്തിനകത്ത് ഈ പറയുന്ന 14 വയസ്സുകാരൻ്റെ ബന്ധുക്കളുണ്ട്, അടുത്ത സുഹൃത്തുക്കളുണ്ട്, കൂടെ പഠിച്ചവരുണ്ട്, ഒരുപക്ഷെ അധ്യാപകരും ബന്ധുമിത്രാദികളും അടക്കം ഉള്ള ഒരു വലിയ ആൾക്കൂട്ടം ആ മൃതദേഹം അവസാനമായി കാണാൻ വേണ്ടി എത്തിക്കൂടിയിരിക്കുന്നു എന്നുള്ളതാണ്. തിരക്ക് നിയന്ത്രിക്കാൻ ഇവിടെ അതിൻ്റെ ചുമതലക്കാരായ ബന്ധുക്കളടക്കം വലിയ പ്രയാസപ്പെടുന്നുണ്ട്. ആ നിലയിലുള്ള ഒരു തിരക്ക് ഇവിടെ അനുഭവപ്പെടുന്നു. ഈ തിരക്ക് കാണിക്കുന്നുണ്ട് പെരുമല എന്ന് പറയുന്ന ആ കൊച്ചു ഗ്രാമം എത്രത്തോളം ഞെട്ടിപ്പോയി ഈ കൊലപാതക പരമ്പരകളുടെ വാർത്തയറിഞ്ഞ് എന്നുള്ളത്. ഈ കൊലപാതക പരമ്പരയുടെ കേന്ദ്രം അല്ലെങ്കിൽ അതിൻ്റെ തുടക്കം എന്ന് പറയുന്നത് പെരുമലയിലെ അഫാന്റെ വീട്ടിൽ നിന്നാണെങ്കിലും അവസാനം ഈ 14-കാരൻ്റെ മൃതദേഹം മാത്രമാണ് ഈ പെരുമലയിലേക്ക് അവസാനമായി കൊണ്ടുവന്നെത്തിക്കുന്നത്. മറ്റു മൃതദേഹങ്ങളെല്ലാം മറ്റിടങ്ങളിലേക്ക് കൊണ്ടുപോവുകയും സംസ്കാരത്തിനുള്ള നടപടികൾ ആരംഭിച്ചു കഴിയുകയും ചെയ്തു. ഏറ്റവും അവസാനമാണ് ഈ 14-കാരൻ്റെ കുട്ടിയുടെ പോസ്റ്റ്മോർട്ടം നടപടികൾ മെഡിക്കൽ കോളേജിൽ ആരംഭിച്ചത്. പിന്നെ അത് പൂർത്തിയാക്കി ഇങ്ങോട്ട് കൊണ്ടുവരുവാനുള്ള നടപടിക്രമങ്ങൾ ആരംഭിക്കുകയായിരുന്നു. ഇവിടുന്ന് ഈ പൊതുദർശനം പൂർത്തിയാക്കിയിട്ട് വേണം താഴെപ്പാങ്ങോടുള്ള ജുമാ മസ്ജിദിൽ മറ്റ് ബന്ധുമിത്രാദികൾക്കൊപ്പം ഒരുക്കിയിട്ടുള്ള ഖബറിൽ ഈ 14-കാരനെ കൂടി അടക്കം ചെയ്യുവാൻ വേണ്ടി. അതിന് ഇനി മണിക്കൂറുകൾ മാത്രമാണ് ബാക്കിയുള്ളത്. അതിനിടയിലുള്ള ചെറിയൊരു സമയത്തിൽ ഒരു നോക്ക് അവസാനമായി കാണുവാനുള്ള തിരക്കാണ് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാനാവുന്നത്. ഇന്നലെയും ഇന്നുമൊക്കെ ഈ നാട്ടുകാരോട് എപ്പോഴും സംസാരിക്കുമ്പോൾ പറയുന്നത് ഒരു വിതുമ്പലോടെ നാട്ടുകാർ ഓമനത്വത്തോടെ ആ 14-കാരൻ്റെ പുഞ്ചിരിയെക്കുറിച്ച് ഓർത്തെടുക്കുന്നുണ്ടായിരുന്നു. ഇവിടുത്തെ പല കടകളിലും ചെന്ന് അന്വേഷിക്കുമ്പോൾ വളരെ നിഷ്കളങ്കമായ ഒരു പുഞ്ചിരിയോടുകൂടി സാധനങ്ങൾ വാങ്ങാനെത്തുന്ന ആ കുട്ടിയെ അവരെല്ലാം ഓർത്തെടുക്കുന്നുണ്ട്. ഇങ്ങനെ ഒരു മരണം സംഭവിച്ചു എന്നുള്ളത് അവർക്ക് അംഗീകരിക്കാൻ പോലും സാധിക്കാത്ത ആൾക്കൂട്ടത്തിൽ അവരുടെ ഇപ്പോൾ അഹ്സാന്റെ മൃതദേഹം ഇപ്പോൾ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം നാട്ടിലേക്ക് എത്തിച്ചിരിക്കുകയാണ്.